IPL ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ടീമുകളിലൊന്നായ മുംബൈ ഇന്ത്യൻസിന് ഇത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു തകർച്ചയുടെ കാലമാണ്. 5 തവണ കിരീടമുയർത്തി IPLിലെ രാജാക്കന്മാരായി വാണിരുന്ന ആ നീലപ്പടയെയാണോ നമ്മൾ ഈ സീസണിൽ കണ്ടതെന്ന് ആരാധകർ പോലും അത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ്. IPL 2026-ൽ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ നിരാശയുടെ അങ്ങേയറ്റത്തെത്തിച്ച പ്രകടനമായിരുന്നു മുംബൈയുടേത്. പ്ലേ ഓഫ് ഘട്ടത്തിലേക്ക് കടക്കാനാവാതെ പോയിന്റ് പട്ടികയുടെ താഴെത്തട്ടിൽ 9ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് സീസൺ അവസാനിപ്പിക്കേണ്ടി വന്ന മുംബൈയുടെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ ഒട്ടനവധി കാരണങ്ങളുണ്ട്. എന്നാൽ തളർന്നു വീണയിടത്തുനിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരാൻ മുംബൈ ഇന്ത്യൻസിന് സാധിക്കുമോ എന്നും അടുത്ത സീസണിൽ ഒരു രാജകീയ തിരിച്ചുവരവ് നടത്തണമെങ്കിൽ ടീമിൽ വരുത്തേണ്ട വിപ്ലവകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. മുംബൈ ഇന്ത്യൻസിന്റെ തകർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അവരുടെ മാനേജ്മെന്റിലേക്കും കോച്ചിംഗ് നിരയിലേക്കുമാണ്. മഹേല ജയവർദ്ധനെയെപ്പോലൊരു ഇതിഹാസ പരിശീലകൻ കൂടെയുണ്ടായിട്ടും ഈ സീസണിൽ മുംബൈക്ക് കൃത്യമായൊരു പ്ലാൻ ഇല്ലായിരുന്നു എന്ന് ഓരോ മത്സരവും കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും. പല നിർണായക മത്സരങ്ങളിലും ടോസ് ലഭിക്കുമ്പോൾ എടുക്കേണ്ട തീരുമാനങ്ങൾ മുതൽ ബാറ്റിംഗ് ഓർഡറിലെ മാറ്റങ്ങൾ വരെ പാളിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ടീമിന് പുതിയൊരു ഊർജ്ജവും ആക്രമണാത്മകമായ ചിന്താഗതിയും നൽകാൻ കഴിവുള്ള പുതിയൊരു ഹെഡ് കോച്ചിനെ മുംബൈ അടുത്ത സീസണിൽ കണ്ടെത്തേണ്ടി വരും. ടീമിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും താരങ്ങൾക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരികെ നൽകാനും കഴിയുന്ന ഒരു പുതിയ പരിശീലകൻ വരുന്നത് ടീമിന്റെ ശൈലി തന്നെ മാറ്റാൻ സഹായിക്കും എന്നതിൽ തർക്കമില്ല. ഈ സീസണിൽ മുംബൈയെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് ക്യാപ്റ്റൻസി വിവാദങ്ങളും നേതൃത്വത്തിലെ പാളിച്ചകളുമാണ്. ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിന് കീഴിൽ ടീമിന് ആ പഴയ ഒത്തൊരുമ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഡ്രസ്സിംഗ് റൂമിലെ അസ്വാരസ്യങ്ങൾ പലപ്പോഴും പ്രകടനത്തെയും ബാധിച്ചു. ഒരു നായകൻ എന്ന നിലയിൽ ടീമിനെ പ്രചോദിപ്പിക്കാനോ സമ്മർദ്ദഘട്ടങ്ങളിൽ നിർണായകമായ ബൌളിംഗ് മാറ്റങ്ങൾ വരുത്താനോ ഹാർദിക്കിന് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഒരു നേതൃമാറ്റം ആരാധകർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട്. സൂര്യകുമാർ യാദവിനെ പോലെ ടീമിലെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു താരം നായകസ്ഥാനത്തേക്ക് വരുന്നത് ടീമിലെ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതല്ലെങ്കിൽ ഭാവി മുൻനിർത്തി തിലക് വർമ്മയെപ്പോലെയുള്ള യുവതാരങ്ങളെ നായകനാക്കി പുതിയൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ധീരമായ തീരുമാനവും മുംബൈ കൈക്കൊള്ളേണ്ടതുണ്ട്. മുംബൈയുടെ മറ്റൊരു വലിയ തിരിച്ചടി അവരുടെ പ്രധാന താരങ്ങളുടെ മോശം ഫോമായിരുന്നു. രോഹിത് ശർമ്മ എന്ന കരുത്തനായ ഓപ്പണറുടെ ബാറ്റിൽ നിന്ന് ടീം പ്രതീക്ഷിച്ച റണ്ണുകൾ വന്നില്ല. അതുപോലെ തന്നെ ട്രെന്റ് ബോൾട്ട്, ക്വിന്റൻ ഡി കോക്ക്, കേശവ് മഹാരാജ് തുടങ്ങിയ പഴയ പടക്കുതിരകൾക്കും അവരുടെ പ്രതാപം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. പ്രായം ഒരു ഘടകമാകുമ്പോൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ മുംബൈ മാനേജ്മെന്റ് മടിക്കരുത്. അടുത്ത സീസണിലെ ലേലത്തിന് മുൻപായി ഈ സീനിയർ താരങ്ങളെ റിലീസ് ചെയ്ത് പകരം യുവത്വവും വേഗതയുമുള്ള പുതിയ താരങ്ങളെ ടീമിലെത്തിക്കാൻ ശ്രദ്ധിക്കണം. ജസ്പ്രീത് ബുംറ എന്ന ലോകോത്തര ബൌളർക്ക് പിന്തുണ നൽകാൻ മറുഭാഗത്ത് ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു ഈ സീസണിൽ. ഡെത്ത് ഓവറുകളിൽ റണ്ണുകൾ വാരിക്കോരി നൽകുന്ന ബൌളർമാരാണ് മുംബൈയുടെ പല തോൽവികൾക്കും പ്രധാന കാരണമായത്. മായങ്ക് മാർക്കണ്ഡെ, ദീപക് ചാഹർ, ഷർദുൽ ഠാക്കൂർ തുടങ്ങിയ ഇന്ത്യൻ ബൌളർമാർക്കും കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ബുംറയ്ക്കൊപ്പം പന്തെറിയാൻ മികച്ച വിദേശ പേസർമാരെയും പുതിയ ഇന്ത്യൻ പ്രതിഭകളെയും കണ്ടെത്തണം. ബാറ്റിംഗിലേക്ക് നോക്കിയാൽ കെയ്റോൺ പൊള്ളാർഡിനെ പോലെ ഒരു മാച്ച് വിന്നറുടെ അഭാവം മുംബൈ ഇന്നും നേരിടുന്നുണ്ട്. മധ്യനിരയിൽ കളി ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ ശേഷിയുള്ള ഫിനിഷർമാരുടെ കുറവ് മുംബൈയെ വല്ലാതെ തളർത്തുന്നു. മികച്ച തുടക്കം ലഭിച്ചിട്ടും അവസാന ഓവറുകളിൽ റൺ റേറ്റ് ഉയർത്താൻ കഴിയാത്തത് പല മത്സരങ്ങളിലും വിനയായി മാറി. മെഗാലേലത്തിൽ മുംബൈ പ്രധാനമായും ലക്ഷ്യം വെക്കേണ്ടത് മികച്ച ഒരു ഫിനിഷറെയും വേഗതയുള്ള പേസർമാരെയുമാണ്. സ്കൌട്ടിംഗിലൂടെ പുതിയ താരങ്ങളെ കണ്ടെത്തി വളർത്തിയെടുക്കുന്ന മുംബൈയുടെ പഴയ രീതി വീണ്ടും സജീവമാക്കിയാൽ മാത്രമേ അവർക്കിനി രക്ഷയുള്ളൂ. പഴയ പ്രതാപം വെറുതെ കിട്ടുന്ന ഒന്നല്ല, അത് കഠിനാധ്വാനത്തിലൂടെയും കൃത്യമായ പ്ലാനിംഗിലൂടെയും നേടിയെടുക്കേണ്ടതാണ്. തങ്ങളുടെ പാളിച്ചകൾ തിരിച്ചറിഞ്ഞ് മുംബൈ ഇന്ത്യൻസ് അടുത്ത സീസണിൽ ശക്തമായി തിരിച്ചുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡായ മുംബൈയുടെ ഈ വീഴ്ച താൽക്കാലികം മാത്രമാണെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. അടുത്ത സീസണിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈയുടെ വിജയാഘോഷങ്ങൾ വീണ്ടും മുഴങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മാനേജ്മെന്റ് ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടതുണ്ട്. മുംബൈ ഇന്ത്യൻസിന്റെ ഈ സീസണിലെ പ്രകടനത്തെക്കുറിച്ചും അടുത്ത വർഷത്തെ തിരിച്ചുവരവിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് വലിയ താൽപ്പര്യമുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മുംബൈയുടെ ഈ തകർച്ചയ്ക്ക് ഉത്തരവാദി ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി തന്നെയാണോ, അതോ ടീം മാനേജ്മെന്റിന്റെ പ്ലാനിംഗിൽ വന്ന പാളിച്ചകളാണോ? അടുത്ത സീസണിൽ മുംബൈയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം ആരാണ്? സൂര്യകുമാർ യാദവ് വരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതോ യുവതാരം തിലക് വർമ്മയ്ക്ക് ആ വലിയ ചുമതല നൽകണോ? രോഹിത് ശർമ്മയെപ്പോലെയുള്ള സീനിയർ താരങ്ങളെ മുംബൈ അടുത്ത സീസണിൽ നിലനിർത്തണോ, അതോ ഒഴിവാക്കി പുതിയൊരു ടീമിനെ വാർത്തെടുക്കണോ? ബൌളിംഗിൽ ജസ്പ്രീത് ബുംറയ്ക്ക് തുണയായി ആര് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. മുംബൈ ഇന്ത്യൻസിന്റെ ഈ തിരിച്ചുവരവ് പ്രവചിക്കുന്നവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.